പാർവതി ശ്രദ്ധിക്കാതെ വഴിക്ക് വീണതിന് ഞാനാണ് ഉത്തരവാദി. ഇവള് വെറുതെ വഴിക്ക് വീണതല്ല, താഴെ സോപ്പുകൾ ഒഴിച്ചിട്ടുണ്ട്. ഇവളെ വീഴ്ത്താൻ വേണ്ടി തന്നെ ഇത് ചെയ്തത്. മാഡം, ആദ്യം പാറുവിന്റെ കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ശരി, ഇവളെ വേഗം മുറിയിലേക്ക് കൊണ്ടുപോ. ശരി. പതുക്കെ പതുക്കെ. Yes. ഇങ്ങനെ സ്പ്രേ അടിച്ചാൽ മാത്രം വേദന മാറില്ല പാറു. ഇത്രയും നേരം ആയിട്ടും വേദന മാറിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആകാൻ സാധ്യതയുണ്ട്. നമുക്കിതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് പോവാം. വല്ല ഒടിവും ഉണ്ടെങ്കിലോ? വേണ്ട, അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെയാ നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുക? ഹോസ്പിറ്റലിൽ ചെന്നാലല്ലേ അറിയാൻ പറ്റൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെങ്ങാനും എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ആകെ പ്രശ്നമാവും. കാശിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ നീ ഹോസ്പിറ്റലിൽ പോകാത്തത്? അതിനെ കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അതൊന്നും അല്ല മാഡം, എനിക്ക് നാളെ എന്തായാലും കമ്പനിയിൽ പോയേ പറ്റൂ. നീ അവിടെ ഹെൽപ്പർ ആയാലും ജോലി ചെയ്യുന്നേ. നീ ഒരു ദിവസം ലീവ് എടുത്തുന്ന കരുതി കമ്പനിക്ക് എന്ത് നഷ്ടം വരാനാ? ഞാനിപ്പോ ഹെൽപ്പർ അല്ല, ടൈലറാ. ഇതെങ്ങനെ സംഭവിച്ചു? പ്രേംചേട്ടന്റെയും കൈലാഷ് സാറിന്റെയും പിന്തുണയുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ മത്സരിച്ച് ടൈലറായി. സൂപ്പർ. ആ കമ്പനിയിൽ നിന്റെ കഴിവിനെ ചോദ്യം ചെയ്തവരുടെ മുന്നിൽ നീ മാസായില്ലേ? എനിക്ക് സന്തോഷായി. അവരിൽ ആരെങ്കിലും കണ്ണു വെച്ചിട്ടായിരിക്കും നിനക്കിങ്ങനെ സംഭവിച്ചത്. മീര, നീ കുറച്ച് കർപ്പൂരം എടുത്തിട്ട് വാ. ഇത് കണ്ണുവെച്ചൊന്നുമല്ല, നല്ല 8ന്റെ പണി കൊടുത്തത് തന്നെയാ. ഇത്രയും കാലം ഒരു ഹെൽപ്പറായി മുക്ത ഇവളെ തരം താഴ്ത്തി കാണിക്കല്ലായിരുന്നോ? പെട്ടെന്ന് അവളെ മറികടന്ന് പാറു ടൈലറായതിന്റെ ദേഷ്യം അവൾക്കുണ്ടായി കാണും. അവളെ ഞാൻ വെറുതെ ഒന്നും വിടില്ല. ഇപ്പൊ തന്നെ പോയി 4 എണ്ണം പൊട്ടിക്കണം. നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യണ്ട. അവളുടെ സംസ്കാരം അങ്ങനെയായിരിക്കും. പക്ഷെ നീ അതിനനുസരിച്ച് പ്രതികരിക്കാൻ നിൽക്കരുത്. തെറ്റ് ചെയ്തത് അവളാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം. ഞാനിത് പുറത്തു കൊണ്ടുപോയി കത്തിച്ചോളാം. എല്ലാ ദോഷങ്ങളും മാറിക്കോളും. നീ സുഖമായി ഉറങ്ങിക്കോ. രാവിലെ ആയിട്ടും വേദനയ്ക്ക് കുറവില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. ഞാൻ പ്രിയനെ വിളിച്ച് നീ വീണ കാര്യം പറയട്ടെ? വേണമെങ്കിൽ വീഡിയോ കോൾ വിളിച്ചു തരാം. വേണ്ട ജെന്നി, ഇതറിഞ്ഞ പ്രിയഞ്ചേട്ടൻ വെറുതെ പേടിക്കും. ഇപ്പൊ തന്നെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരും. പിന്നെ അത് പറഞ്ഞ അമ്മയായിട്ട് വഴക്കാവും. അതൊന്നും വേണ്ട. ഞാൻ നാളെ നേരിട്ട് കാണുമ്പോ പറഞ്ഞോളാം. ശരി, എന്ന് നീ ഉറങ്ങിക്കോ. ചിലപ്പോ ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. എന്നെ രാവിലെ തന്നെ എഴുന്നേപ്പിക്കണേ. എനിക്ക് കമ്പനിയിൽ നേരത്തെ പോകാനുള്ളതാ. അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. നീ ഉറങ്ങാൻ നോക്ക്.
ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല മാഡം, ഇന്നലെ രാത്രി മുഴുവൻ വേദനയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് ഉറങ്ങിയത്. അതാ ഞങ്ങള് വിളിക്കാഞ്ഞ്. പാറു, ഈശ്വര, ഇവക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ശ്രദ്ധിക്കാതെയാണോ നിങ്ങൾ 3 പേര് ഇവിടെ നിന്നത്? ഞങ്ങൾ അറിഞ്ഞില്ല മാഡം. പാറു, പാറു. പാറു, നിനക്ക് നന്നായി പനിക്കുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മാഡം, എനിക്ക് കമ്പനിയിലേക്ക് പോയേ പറ്റൂ. ഞാൻ നിങ്ങളോട് എന്നെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ. നിനക്കെന്ത് വട്ടുണ്ടോ? ഈ പനിയും വെച്ചോണ്ട് നീ എങ്ങനെയാ ജോലിക്ക് പോവാ? ഇന്നലെ രാത്രി മാഡം പറയുന്നത് കേട്ട് നീ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെ പനി വരില്ലായിരുന്നു. ആശുപത്രിയിലേക്ക് പോയി അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്താ എല്ലാം കൈവിട്ടു പോവും. എന്ത് കൈവിട്ടു പോകുന്ന കാര്യം നീ പറയുന്നേ? എന്റെ കുടുംബം, എന്റെ ചേച്ചിയുടെ ഭാവി എല്ലാം കൈവിട്ടു പോവും. ഇന്ന് കമ്പനിയിലേക്ക് പോയില്ലെങ്കിൽ അത് നിന്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കാനാ? മാഡം, ഇന്ന് കമ്പനിയില് അടുത്ത ദിവസം ഏറ്റവും കൂടുതൽ ഷർട്ടുകൾ തയ്ക്കുന്ന ടൈലറിന് 7 ലക്ഷം രൂപ സമ്മാനമായി കമ്പനി കൊടുക്കും. എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ട കാശ് ഞാൻ ശരിയാക്കാന്ന് അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാ. എന്റെ കുടുംബം എന്നെ വിശ്വസിച്ചായിരിക്കുന്നത്. എന്റെ ചേച്ചി ആ പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഇനി ആ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ചേച്ചിയുടെ സന്തോഷം തകർക്കാൻ എനിക്ക് പറ്റില്ല. ദയവായിട്ടാ ഈ മത്സരം നടത്താൻ കൈലാസ് സാറിനെ തോന്നിപ്പിച്ചത്. ഈ അവസരം എനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. ജയിക്കല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല.